إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وإذا مرضت فهو يشفين. സ്നേഹമുള്ള വിശ്വാസിനികളെ സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ മേഖലകളിലും ഇന്ന് വ്യാജന്മാർ അരങ്ങുവാഴുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും കായിക പരിശീലന രംഗത്തും കച്ചവട രംഗത്തും എന്തിനധികം ആത്മീയ രംഗം പോലും ചൂഷണ മാർഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റാണ് നാട് വിലസിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഓഫറുകൾ വാഗ്ദാനം ചെയ്ത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത പരസ്യങ്ങൾ നൽകി ജനങ്ങളെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും പിന്നീട് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാകാതെ പോവുകയും ചെയ്യുന്ന ധാരാളം അവസ്ഥകൾ പല രംഗത്തും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ദുരന്തങ്ങൾ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ അടുത്ത് ഏതാനും ചില വാർത്തകളിലൂടെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയത്. ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന ആളുകൾ അനുഭവിക്കുന്ന നഷ്ടങ്ങൾ കുറച്ചൊന്നുമല്ല. സാമ്പത്തികമായ നഷ്ടങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, ലൈംഗികമായ പീഡനങ്ങൾ, മാനഹാനി ഭയന്ന് ആത്മഹത്യ ചെയ്യുന്ന, കൊലപാതകം നടത്തുന്ന അവസ്ഥകൾ പോലും ഈ ചൂഷണത്തിൻ്റെ, ഈ വ്യാജന്മാരുടെ ദുരന്തങ്ങളുടെ കാരണമായി സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനധികം സത്യസന്ധമായി സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളെപ്പോലും സംശയത്തോടെ ആളുകൾ നോക്കിക്കാണുന്ന അവസ്ഥയാണ് ഇത്തരം കാരണങ്ങളെ കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളെയും ആശകളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് എല്ലാ രംഗത്തും അവനവൻ്റെ കാര്യം നടക്കണം എന്നിടത്തേക്ക് ആളുകൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണം മാത്രം എടുത്തു നോക്കിയാൽ അക്കാര്യം നമുക്ക് മനസ്സിലാകും. ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം, തൻ്റെ ആരോഗ്യം നിലനിൽക്കണം എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യന് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ആരോഗ്യം എന്നതിൽ തർക്കമില്ല. പക്ഷെ പലപ്പോഴും കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള പലരും ആരോഗ്യമെന്ന അനുഗ്രഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ പോവുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാൻ മഖ്ബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, മിക്ക ജനങ്ങളും അതിൽ വഞ്ചിതരാണ്, അതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ്. അസ്സിഹ്ഹതു വൽ ഫറാഗ്, അത് ആരോഗ്യവും ഒഴിവ് സമയവുമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസ്സിഹ്ഹതു ബിലാഅ, ആരോഗ്യം അത് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ചരക്കാണ്. വത്തവാനി ഇലാഅ, അത് നഷ്ടപ്പെട്ട് ക്ഷീണിച്ചു പോകൽ വലിയ നഷ്ടമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല നിങ്ങൾ അറിയണം, ഇന്ന മിൻ നിഅമി സഅത്തൽ മാൽ, വലിയ അനുഗ്രഹമാണ് സമ്പത്ത് വികസിക്കൽ. വഅഫ്ദലു മിൻ സഅത്തിൽ മാലി സിഹ്ഹത്തുൽ ബദൻ, എന്നാൽ സമ്പത്ത് കുന്നുകൂടുന്നതിനേക്കാളും വലുതാണ് ആരോഗ്യം. ചിലപ്പോൾ വലിയ സമ്പത്ത് കൊണ്ട് അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആ രോഗത്തെ തടയാനോ ആരോഗ്യം തിരിച്ചു പിടിക്കാനോ അവന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. വഅഫ്ദലു മിൻ സിഹ്ഹത്തിൽ ബദൻ, അറിയുക ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യത്തെക്കാളും വലുതാണ് തഖ്വൽ ഖൽബ്, ഹൃദയത്തിൻ്റെ തഖ്വ, പടച്ചവനെ പേടി, സൂക്ഷ്മതാബോധം, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പരലോകത്ത് വെച്ച് ആദ്യമായി ചോദിക്കപ്പെടുന്ന അനുഗ്രഹം അത് ആരോഗ്യമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അയ്യുഖാല ലഹു, അനുഗ്രഹങ്ങളിൽ വെച്ച് ഒരു അടിമക്ക് ചോദിക്കപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അലം അസ്ഹ ലക ജിസ്മക്, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലേ എന്നായിരിക്കും. രണ്ടാമതായി നിനക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചിരുന്നില്ലേ എന്നായിരിക്കും. എടോ നീ വെള്ളം കുടിച്ചില്ലേ, നിനക്ക് ആരോഗ്യമുണ്ടായിരുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിട്ടുള്ള ആരോഗ്യം അത് സംരക്ഷിക്കുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യത തന്നെയാണ്. ആരോഗ്യമെന്ന മഹത്തായ അനുഗ്രഹത്തിന് ഹാനികരമായ ഒന്നും ഭക്ഷിക്കരുത്, ഒന്നും ഉപയോഗിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് കർശനമായിട്ടാണ് ഇസ്ലാം ശാസിച്ചിട്ടുള്ളത്. രോഗങ്ങളിൽ നിന്ന് കാത്തു നിൽക്കുകയും ബോധപൂർവം രോഗകാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും രോഗം വരാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. അറബ് ലോകത്ത് പരിചിതമായ ഒരു ആപ്തവാക്യമുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്, അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ കാത്തു സൂക്ഷിക്കലാണ് എന്നതാണ്. അപ്പോൾ രോഗം വരാതെ കാത്തു സൂക്ഷിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ലത് മാത്രം ഭക്ഷിക്കുക. ശരീരത്തിന് കേടുവരുത്തുന്ന, ശരീരത്തിന് ഉപദ്രവം ചെയ്യുന്ന ഒന്നും ഭക്ഷിക്കാതിരിക്കുക എന്നത്. ഇന്നും സുബ്ഹിന് ശേഷം പ്രത്യേകം നമ്മൾ പ്രാർത്ഥിച്ചത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിച്ചുവെങ്കിൽ അതിലൊന്നുമില്ലാത്തത് സുബ്ഹിക്ക് ശേഷം പ്രത്യേകം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഒരു മനുഷ്യൻ സുബ്ഹിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്, ഇൽമൻ നാഫിഅ, ഉപകാരമുള്ള അറിവ് തരണേ, വറിസ്ഖൻ ത്വയ്യിബ, നല്ല ഭക്ഷണം കഴിക്കാൻ തൗഫീഖ് നൽകണേ, വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന കർമ്മം ചെയ്യാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഇസ്ലാം പ്രാർത്ഥന പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ജനങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ജനങ്ങളെ, ഭൂമിയിൽ നിന്ന് വിശിഷ്ടമായതും അനുവദിക്കപ്പെട്ടതും മാത്രം നിങ്ങൾ തിന്നണേ. അനുവദിക്കപ്പെട്ടത് മാത്രമായാൽ പോരാ, ഹലാലായാൽ മാത്രം പോരാ, ത്വയ്യിബായത്, നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്, നിങ്ങൾക്ക് ഉപകാരമുള്ളത് മാത്രമേ നിങ്ങൾ തിന്നാവൂ. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഹറാമിൻ്റെ പിന്നാലെ പോയാൽ, നല്ലതല്ലാത്തത് തിന്നാൻ നിന്നാൽ അവൻ പിശാചിൻ്റെ ആളുകളാണ്. തൊട്ടടുത്ത വാചകം, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, പിശാചിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുതേ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ,
തീർച്ചയായും പിശാച് വ്യക്തമായ ശത്രുവാണ്. പിശാചിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. ഹലാലല്ലാത്തത് നിങ്ങൾ തിന്നരുത്, നല്ലതല്ലാത്തത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 168 ആയത്തിലൂടെ പഠിപ്പിച്ചു. സൂറത്തുൽ മാഇദയിൽ 88 ആയത്തിൽ വീണ്ടും അല്ലാഹു പറഞ്ഞു, വകുലൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ തിന്നുക, ഹലാലൻ ത്വയ്യിബ, അനുവദിക്കപ്പെട്ടതും വിശിഷ്ടമായതും മാത്രം, നല്ലത് മാത്രം തിന്നുക, അനുവദിക്കപ്പെട്ടത് മാത്രം തിന്നുക. വത്തഖുല്ലാഹ് അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിർവഹിച്ച ദൗത്യമായി അള്ളാഹു പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണ്? വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, ജനങ്ങൾക്ക് നല്ലതു മാത്രം അനുവദിക്കുകയും വേണ്ടാത്തതൊക്കെയും ഒഴിവാക്കുകയും ഹറാമാക്കുകയും ചെയ്ത പ്രവാചകൻ. മനുഷ്യന് ആവശ്യമുള്ളത് മാത്രമേ തിന്നാൻ അനുവദിച്ചുള്ളൂ. മനുഷ്യൻ്റെ ശാരീരികമായി ഉപദ്രവമുണ്ടാക്കുന്ന, രോഗം വരുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പാടില്ലെന്ന് വിലക്കിയ പ്രവാചകൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് നല്ലത് മാത്രം തിന്നുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, അതോടൊപ്പം ആവശ്യത്തിന് മാത്രം തിന്നുക എന്നതും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മര്യാദയാണ്. എത്രത്തോളം അറബിയിൽ തന്നെ പരിചിതമായ ഒരു പഴഞ്ചൊല്ലിൽ അൽ ഹിമ്യത്തു റഅ്സുദ്ദവാ, പഥ്യം സ്വീകരിക്കൽ, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ച് ഭക്ഷണ നിയന്ത്രണം ഏർപ്പെടുത്തൽ, റഅ്സുദ്ദവാ, അത് മരുന്നുകളുടെ ചികിത്സയുടെ ഹെഡാണ്. വൽ മഇദത്തു ബൈത്തുദ്ദാ, ആമാശയമാകട്ടെ അത് രോഗങ്ങളുടെ വീടാണ്. ആമാശയം നിറക്കുന്നതിലൂടെ രോഗം പലതും വരാനുണ്ട്, അത് നിയന്ത്രിക്കുന്നതിലൂടെ വലിയ ചികിത്സയാണ് എന്നുപോലും അറബിയിൽ പരിചിതമായ പഴഞ്ചൊല്ലിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭക്ഷണത്തിനുള്ള അതിരുകവിയൽ പല രോഗങ്ങൾക്കും കാരണമാകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഹദീസുകൾ പഠിപ്പിക്കുന്നത്, മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ ബനി ആദം, മനുഷ്യരെ, ആദം സന്തതികളെ, ഖുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, ഓരോ സുജൂദിൻ്റെ വേളയിലും മാന്യമായ അലങ്കാര വസ്ത്രങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. വകുലൂ വഷ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, പക്ഷേ അമിതമാകരുത്. അധികമായി തിന്നുന്നത്, അധികമായി കുടിക്കുന്നത് അത് അല്ലാഹുവിന് ഇഷ്ടമില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അതിര് കവിയുന്നവരെ, ഓവറായി ഭക്ഷിക്കുന്നവരെ, തിന്നുന്നവരെ, കുടിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 31 ആയത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഗൗരവമുള്ള ഒരു ഹദീസുണ്ട്. അവിടുന്ന് പറഞ്ഞു, മാ മലഅ ആദമിയുൻ വിവാഅ ശർറിൻ മിൻ ബത്നിൻ, വയറിനേക്കാളും വിആഅ ശർർ, ഒരു ചീത്ത പാത്രം ഒരു മനുഷ്യനും നിറക്കുന്നില്ല. വയറിനേക്കാളും മോശമായൊരു പാത്രം ഒരു മനുഷ്യനും നിറക്കുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ബിഹസ്ബി ബിനി ആദം ഉക്ലാത്ത് യുഖിംന സുൽബഹു, മനുഷ്യൻ്റെ മുതുക് നിവർത്താൻ ഏതാനും ചില ഉരുളകൾ മാത്രം മതിയാകും. ഫഇൻ കാന ലാ മഹാല, ഇനി അതല്ല അതിലേറെ തിന്നണമെന്നുണ്ടോ എങ്കിൽ അവൻ ഫസുലുസുല്ലി തുആമിഹി, ഭക്ഷണത്തിന് 1/3 സ്വീകരിച്ചു കൊള്ളട്ടെ. വസുലുസുല്ലി ഷറാബിഹി, വെള്ളത്തിന് 1/3 സ്വീകരിച്ചു കൊള്ളട്ടെ. വസുലുസുല്ലി നഫസിഹി, കാലിയാക്കി വിട്ട് ശ്വാസമയക്കാൻ 1/3 അവൻ വിട്ടേക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹാദൽ ഹദീസു അസ്ലുൻ ജാമിഉൻ ലി ഉസൂലി തിബ്ബി കുല്ലിഹാ, ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിത്തറയാണ് ഈ ഹദീസ്. 1/3 തിന്നുക, 1/3 കുടിക്കുക, 1/3 കാലിയാക്കി വിടുക എന്നത് ചികിത്സയുടെ അടിസ്ഥാനമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ലവിസ്തഅമലന്നാസു ഹാദിഹിൽ കലിമാത്ത്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഈ കലിമത്തുകൾ ആരെങ്കിലും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ സലിമൂ മിനൽ അംറാദി വൽ അസ്ഖാം, ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും മനുഷ്യർ രക്ഷപ്പെടും. വലതഅത്വലത്തിൽ മാരിസ്ഥാനാത്ത് വദകാകീനുസ് സയാദില, ക്ലിനിക്കുകളും മെഡിക്കൽ ഷോപ്പുകളും മിക്കതും അടയ്ക്കേണ്ടി വരും. നോക്കൂ സഹോദരങ്ങളെ, ഭക്ഷണം നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന എന്തെല്ലാം ഗുണങ്ങളുണ്ട്. അത് ഹൃദയത്തിന് വിശാലതയാണ്, ഗ്രാഹ്യശേഷി വർദ്ധിപ്പിക്കുമെന്നാണ്, ദേഹേച്ഛയുടെയും ദേഷ്യത്തിൻ്റെയും അളവ് കുറക്കുമെന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്നതെന്തും തിന്നുകയല്ല, ആവശ്യത്തിനുള്ളത് തിന്നുക എന്നതാണ്
ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ള പറയുകയാണ്, തുആമുൽ വാഹിദി യക്ഫിൽ ഇസ്നൈൻ. ഈ മനുഷ്യർ തിന്നുന്ന ഭക്ഷണമില്ലേ, ഒരാൾ തിന്നുന്ന ഭക്ഷണം 2 പേർക്ക് തികയുന്ന ഭക്ഷണമാണ്. 2 പേർക്ക് വരെ തികയുന്ന ഭക്ഷണമാണ് ഒരാൾ തിന്നുന്നത്. വതുആമുൽ ഇസ്നൈനി യക്ഫിൽ അർബഅ. 2 പേർ തിന്നുന്നത് 4 പേർക്ക് പോലും തികയുന്ന ഭക്ഷണമാണ്. വതുആമുൽ അർബഅതി യക്ഫിസ് സമാനിയ. 4 പേർ തിന്നുന്ന ഭക്ഷണം പലപ്പോഴും 8 പേർക്ക് തികയുന്ന ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആരോഗ്യം സംരക്ഷിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു മാർഗം വ്യായാമം തന്നെയാണ്. വെറുതെ ഇരിക്കാതെ, അടങ്ങിയിരിക്കാതെ അവൻ്റെ ശരീരം കൊണ്ട് അവൻ ഇളകാനും ചലിക്കാനും അവന് സാധിക്കണമെന്നതാണ്. എന്തെങ്കിലും തൊഴിലോ അല്ലെങ്കിൽ ഒരു കളിയോ, അവൻ്റെ ശരീരം ചലിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം ജീവിതശൈലി രോഗങ്ങൾ ഏറി വരുന്ന ഈ സാഹചര്യത്തിൽ കായിക പരിശീലനത്തിൻ്റെ പ്രസക്തി നമുക്ക് മറക്കാനാകില്ല. പക്ഷേ സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, അവിടെയെല്ലാം ചൂഷണങ്ങൾ, വ്യാജമായ കാര്യങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. വ്യായാമത്തിൻ്റെ പേരിൽ ആണും പെണ്ണും ഇടകലരുന്ന, യഥേഷ്ടം ഇടപഴകാൻ അവസരമൊരുക്കുന്ന പല കായിക വിനോദങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട്. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. പ്രതിരോധ മാർഗങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വലിയ വലിയ പെൺകുട്ടികൾ, മുതിർന്ന പെൺകുട്ടികൾ പുരുഷന്മാരുടെ അടുക്കൽ പോകുന്നു, കരാട്ടെ പഠിക്കുന്നു, വ്യായാമം പഠിക്കുന്നു. അവരെ സ്പർശിക്കാനും അവരെ ദീർഘനേരം നോക്കിയിരിക്കാനും ആണും പെണ്ണും അടുത്തിരിക്കാനും കാരണമാകുന്ന വ്യായാമങ്ങൾ, പരിശീലനങ്ങൾ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ലെന്നു മാത്രമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴല്ല രക്ഷിതാക്കളെ നാം ജാഗ്രത കാണിക്കേണ്ടത്. മറിച്ച് ഇസ്ലാം അനുവദിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, നമ്മുടെ മക്കളിൽ ഉണ്ടാകരുത്. അതിനുള്ള ഗൗരവപൂർവമായ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സഹോദരങ്ങളെ, രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. രോഗം തരുന്നത് അള്ളാഹു ആണെങ്കിൽ രോഗം മാറ്റുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. രോഗം എന്നത് അള്ളാഹുവിൻ്റെ കഴിവിലും അവൻ്റെ വിധിയിലും അവൻ്റെ സൃഷ്ടിപ്പിലും പെട്ടതാണ് എന്നതിൽ സംശയമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വാചകങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച വചനത്തിലൂടെ അല്ല പറയുകയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതായി, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. വഇദാ മരിൽതു, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ ഫഹുവ യശ്ഫീൻ, അവൻ എനിക്ക് ശമനം നൽകും. എൻ്റെ രോഗം മാറ്റുന്നത് അള്ളയാണ്. രോഗം തരുന്നത് അള്ളയാണെങ്കിൽ രോഗം മാറ്റുന്നതും അള്ളയാണ് എന്ന ബോധം ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. അതേപോലെ തന്നെ ആ രോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് എന്നും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഉൻ ഇല്ലാ അൻസല ലഹു ശിഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗവും നൽകുന്നില്ല അതിന് മരുന്നും നൽകിയിട്ടല്ലാതെ. ഏതൊരു രോഗം ഒരു അടിമക്ക് അല്ലാഹു നൽകുന്നുണ്ടോ ആ രോഗത്തിനുള്ള മരുന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഔഷധമില്ലാത്ത ഒരു രോഗവുമില്ല. എല്ലാ രോഗങ്ങൾക്കും മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രോഗത്തിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രോഗത്തിന് മരുന്നില്ല എന്നല്ല, മറിച്ച് ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അൻസലല്ലാഹു അസ്സ വജല്ല ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ അലിമഹു മൻ അലിമഹു ജഹിലഹു മൻ ജഹിലഹു. അള്ളാഹു രോഗം നൽകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഔഷധവും ഇവിടെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ള ചികിത്സയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അറിയുന്നവൻ അറിയും, അറിയാത്തവൻ അറിയില്ല. അപ്പോൾ ചിലത് കണ്ടുപിടിക്കും, ചിലത് കണ്ടുപിടിക്കില്ല. എന്നിരുന്നാലും രോഗത്തിന് ചികിത്സയുണ്ടെന്നും മരുന്നുണ്ടെന്നും ഔഷധമുണ്ടെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ ചികിത്സിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി അവൻ്റെ അനുവാദത്തോടുകൂടി ആ രോഗത്തിന് ശമനം കിട്ടും. റസൂലുള്ള പറയുകയാണ്, ലികുല്ലി ദാഇൻ ദവാ, ഏത് രോഗത്തിനും ഔഷധമുണ്ട്, മരുന്നുണ്ട്. ഫൈദാ ഉസീബ ദവാ അദ്ദാ, ആ രോഗത്തിനുള്ള യഥാർത്ഥ മരുന്ന് നിങ്ങൾ പ്രയോഗിച്ചാൽ ബിഇദ്നില്ലാഹി അസ്സ വജൽ, അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി ആ രോഗം അങ്ങ് മാറിക്കിട്ടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട്. അലോപ്പതിയെപ്പോലെ, ആയുർവേദം പോലെ, ഹോമിയോ പോലെ, അക്യുപങ്ചർ പോലെ, പ്രകൃതി ചികിത്സ പോലെ പല രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ
നമ്മുടെ നാട്ടിലുണ്ട്. ഏതെങ്കിലും ഒന്ന് ചൂഷണത്തിൻ്റെ മാർഗമാണ് എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുകയോ ഏതെങ്കിലും ഒന്ന് വളരെ സത്യമാണ് എന്ന് പറഞ്ഞ് അന്ധമായി വിശ്വസിക്കുകയോ ചെയ്യാനല്ല ഒരു മുസ്ലിം തയ്യാറാകേണ്ടത്. ഓരോ ചികിത്സാ രീതികൾക്കും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ ദോഷങ്ങളുമുണ്ട്. ചില രോഗങ്ങൾക്ക് ചില രീതിയായിരിക്കും സ്വീകരിക്കാൻ നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തർക്കും അനുഗുണമായ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും 3-4 മാസം അത് തന്നെ ശനിയോ ഞായറോ മാത്രം പോയി പഠിച്ച് 6 മാസം കൊണ്ട് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നേടി വലിയ വലിയ ഡോക്ടർമാർ പഠനം നടത്തി വിദഗ്ധന്മാരായ ആളുകൾ എഴുതുന്ന മരുന്നുകളെപ്പോലും അവരുടെ നിർദ്ദേശങ്ങളെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വയം ചികിത്സകരാകുന്നവർ ദുരന്തമാണ് വിളിച്ചു വരുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ രംഗത്തൊക്കെ ചൂഷണങ്ങൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം ഭൗതിക രംഗത്ത് ഹറാമായ ചികിത്സകൾ പോലും മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തദാവൂ ബിഹറാം, ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. ചില ആളുകളൊക്കെ ചോദിക്കും, മ്യൂസിക് തെറാപ്പി, ഹറാമായ മ്യൂസിക് കേൾപ്പിച്ച് മനസ്സിനൊരു ആശ്വാസം, ഒരു രോഗത്തിനൊരു ശമനം തോന്നുന്നുണ്ട്, അത് പറ്റുമോ എന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തദാവൂ ബിൽ ഹറാം, ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല. മദ്യം കൊണ്ട് ചികിത്സിച്ചപ്പോൾ രോഗം മാറുന്നു എന്ന് പറഞ്ഞവരോട് അത് ഔഷധമല്ല, അത് ഹറാമാണ്, അത് രോഗം മൂർച്ഛിക്കുന്ന രോഗമാണ്, വിഷമാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കിയ ഒന്നുകൊണ്ടും ചികിത്സിക്കാൻ അല്ലാഹ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ ഒന്നിലും ഒരു ചികിത്സ, ഒരു ഔഷധം, ഒരു മരുന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് ഹറാമായ ചികിത്സാ രീതികൾ തീർച്ചയായും നാം ഒഴിവാക്കുക തന്നെ ചെയ്യണം. ചികിത്സാ രംഗത്ത് ഇന്ന് ചൂഷണങ്ങൾ ഏറെയാണ്. പല ഡോക്ടർമാരും അത്യാവശ്യമില്ലാത്ത ടെസ്റ്റുകൾ എഴുതി കൊടുക്കുന്നു, ആവശ്യമില്ലാത്ത മരുന്നുകൾ വാങ്ങി വരാൻ പറയുന്നു, ഭീമമായ സംഖ്യക്ക് ഓപ്പറേഷൻ നടത്തുന്നു. സഹോദരങ്ങളെ, അത്തരം ആളുകൾ അറിയേണ്ടത് അങ്ങനെയുണ്ടാക്കുന്ന ഒരു ചില്ലിക്കാശ് പോലും അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്നതാണ്. ബറക്കത്തില്ലാത്ത സമ്പത്താണത്, ഹറാമായ സമ്പത്താണത് എന്ന് ഗൗരവപൂർവ്വം അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എന്തിനധികം ഇന്ന് എല്ലാ രംഗത്തും ചൂഷണമാണ് എന്ന് പറയുമ്പോൾ, വ്യാജന്മാരാണ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. രോഗികൾക്ക് ആശ്വാസം നൽകുക എന്നത് വലിയ നല്ല കാര്യമാണ്. ഒരാൾക്ക് നമ്മുടെ ഒരു വാക്കുകൊണ്ടോ നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ടോ ആശ്വാസം ലഭിച്ചാൽ, സന്തോഷം ലഭിച്ചാൽ നമുക്കത് മുഖേന കിട്ടുന്ന കൂലി വലുതാണ്. പക്ഷെ അവിടെയും ചൂഷണങ്ങളാണ്. മോട്ടിവേഷൻ്റെ പേരിൽ, സൈക്കോളജിയുടെ പേരിൽ, ആത്മവിശ്വാസം വേണം എന്നതിൻ്റെ പേരിൽ വിധിയെപ്പോലും നിഷേധിക്കുന്ന വാചകങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിധി എന്നൊന്നില്ല, അള്ളാഹു അറിവ് നൽകും, അവൻ അവസരങ്ങൾ നൽകും, ബാക്കി നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ് റബ്ബിൻ്റെ വിധിയെപ്പോലും നിഷേധിച്ച് തള്ളുന്ന ആളുകളെ സമൂഹത്തിൽ നമ്മൾ അറിയാതെ പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിൻ്റെ അടിത്തറയായി പഠിപ്പിച്ച വിഷയമാണ് വിധിയിലുള്ള വിശ്വാസം. അവിടുന്ന് പറഞ്ഞു, ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, വമലായികതിഹി, അവൻ്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്, വകുതുബിഹി, അവൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്, വറുസുലിഹി, അവൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്, വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്, വബിൽ ഖദരി ഖൈരിഹി വശർരിഹി, നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ വിധിയാണ്, അവൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന വിശ്വാസമാണ് ഈമാൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിൻ്റെ മൂലവേര് മുറിച്ചു മാറ്റുന്ന, കടക്ക് കത്തിവെക്കുന്ന, നാരായ വേരിനെ അറുത്തുമാറ്റുന്ന പ്രവർത്തനമാണ് ഇന്ന് പലപ്പോഴും മോട്ടിവേഷൻ്റെ പേരിൽ, സൈക്കോളജിയുടെ പേരിൽ പല ആളുകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ, അവിടെയൊക്കെ കൃത്യമായ ജാഗ്രത. നമ്മുടെ മതബോധം തന്നെ നഷ്ടപ്പെടുന്ന, ദീനീ ചിന്ത തന്നെ, ഈമാനും ഇഖ്ലാസും ഇത്തിബാവും നഷ്ടപ്പെടുന്ന ഒന്നും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ അൻഫഖ്ത മിസ്ല ഉഹദിൻ ദഹബാ, എടോ നീ ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്താലും, ഉഹുദ് മലയുടെ വലുപ്പം നമുക്കറിയാം, അത്രത്തോളം സ്വർണം ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ദാനം ചെയ്താലും, മാ ഖബിലഹുല്ലാഹു മിൻക്, നിന്നിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഹത്താ തുഅ്മിന ബിൽ ഖദർ, ഹത്താ തുഅ്മിന ബിൽ ഖദർ,
നീ വിധിയിൽ വിശ്വസിക്കാതെ, നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് റബ്ബിൻ്റെ തീരുമാനമാണ്, അവൻ്റെ വിധിയാണ്, അവൻ്റെ ഖളാവും ഖദറുമാണ് എന്ന് വിശ്വസിക്കാതെ ഉഹുദ് മലയോളം ദാനം ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഫതഅലമ, നീ അറിയണം, അന്നമ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക്, നിനക്കെന്തെങ്കിലും ഒന്ന് ശരിയാകുന്നുണ്ടെങ്കിൽ നിനക്കൊരിക്കലും അത് തെറ്റുപറ്റാത്ത കാര്യമാണ്, നിന്റെ പരിശ്രമം കൊണ്ട് കിട്ടിയതല്ല, നിനക്കത് തെറ്റുപറ്റില്ലെന്ന് അള്ളാഹുവിൻ്റെ വിധിയുള്ളത് കൊണ്ടാണ്. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക്, നിനക്കെന്തെങ്കിലും ശരിയായാൽ, നിനക്കെന്തെങ്കിലും തെറ്റിയാൽ അതൊരിക്കലും നിനക്ക് ശരിയാകേണ്ട കാര്യവുമല്ല. അതൊക്കെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അധ്വാനിക്കണം, നീ ശ്രമിക്കണം, നീ പരിശ്രമിക്കണം, നീ പഠിക്കണം, നീ പരീക്ഷ എഴുതണം. പക്ഷേ നടന്നു കഴിഞ്ഞാൽ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ, ഖദറുല്ലാഹ് അള്ളാഹുവിൻ്റെ വിധിയാണ്, അവൻ ഉദ്ദേശിച്ചത് അവൻ നടപ്പിലാക്കും, അവൻ്റെ തീരുമാനമാണ് എന്നിൽ നടപ്പിലാകുന്നത് എന്ന ഖളാഉൻ, ഇതിൽ ഖദറിൽ സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലൗ മിത്ത അലാ ഗൈരി ഹാദ്, ഇതൊന്നും വിശ്വസിക്കാതെയാണ് നീ മരിക്കുന്നതെങ്കിൽ ലദഖൽതൻ നാർ, നീ നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പല രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളും വ്യാജ പ്രവർത്തനങ്ങളുമാണ് നാം ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണ രംഗത്ത് വ്യായാമത്തിൻ്റെ പേരിലും ചികിത്സയുടെ പേരിലും കരാട്ടയുടെ പേരിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളും അത് മുഖേന ഉണ്ടായ ദുരന്തങ്ങളും അടുത്തിടെ സമൂഹം അനുഭവിച്ച കാര്യം കൂടിയാണ്. ചികിത്സിക്കുമ്പോൾ ഹറാമായ ചികിത്സാ രീതികൾ പാടില്ലെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഈമാനിനെയും ഇഖ്ലാസിനെയും ബാധിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു പ്രവണതയും ഒരു സംസാരവും ഒരു വിശ്വാസവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ടാകാൻ പാടില്ല എന്നും നമ്മൾ ഉൾക്കൊള്ളുകയുണ്ടായി. ഭൗതികമായ രംഗത്തു മാത്രമല്ല, ആത്മീയ രംഗത്തും ഈ ചൂഷണം, വ്യാജന്മാർ അരങ്ങുവാഴുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പല ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള അവനെ ഓർക്കുക എന്ന ദിക്റുകൾ ചൊല്ലാൻ പണം നൽകേണ്ട ആവശ്യം വരുന്നു. ദിക്റുകൾ സമ്മേളനമാക്കിയും പ്രാർത്ഥനാ മജ്ലിസുകൾ സംഘടിപ്പിച്ചും രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾക്ക് പ്രത്യേകം ക്ലാസുകളെടുത്തും പണമുണ്ടാക്കുന്ന ആളുകളെപ്പോലും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പഠിപ്പിച്ച ആത്മീയ ചികിത്സ വളരെ കൃത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു, സൂറത്തുൽ ഫാത്തിഹ പോലെ, സൂറത്തുൽ ഫലഖ് പോലെ, സൂറത്തുൽ നാസ് പോലെ, ആമന റസൂൽ പോലെ, ആയത്തുൽ കുർസി പോലെ ദിക്റുകളും ദുആകളും ഖുർആനിക വചനങ്ങളും ഓതുകയും ഊതുകയും ശരീരം തടവുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ചികിത്സാ രീതിയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊരു പ്രത്യേക വ്യക്തിയെ സമീപിക്കണം, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോകണം, അവിടെ പണം കൊടുക്കണം, അവിടുന്ന് കിട്ടുന്ന നൂല് വാങ്ങണം, അത് ബന്ധിക്കണം, അത് കുടിക്കണം, അത് കഴിക്കണം എന്നിങ്ങനെയുള്ള അവസ്ഥയിലേക്ക്, ചൂഷണങ്ങളിലേക്ക് അതും എത്തിപ്പെടുന്ന അവസ്ഥ, ശിർക്കൻ ചികിത്സാ രീതികളിലേക്ക് പോലും ആളുകൾ എത്തിപ്പെടുന്ന കാഴ്ച സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ഇസ്ലാം എന്തു പഠിപ്പിക്കുന്നു എന്നതിൽ ഒതുങ്ങി നിൽക്കാൻ, അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും എന്തെന്ന് പഠിച്ചു മനസ്സിലാക്കി ആ നേരായ വഴിയിൽ ഉറച്ചു നിൽക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പല ആളുകളും പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെയൊക്കെ ഈ ഒരു പ്രദേശത്ത് തന്നെ ഉള്ള ആൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, അത്തരം മരണപ്പെട്ട പോയ ആളുകൾക്ക് നീ
മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. അവരുടെ വീടുകളിൽ ക്ഷമയും ശമനവും സൗഖ്യവും സമാധാനവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്ക് നീ വേഗത്തിൽ ആശ്വാസം നൽകണം റഹ്മാനെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൾ തനിക്ക് കിട്ടുന്ന ആദ്യ ശമ്പളം ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുടെ കാര്യമായ പ്രവർത്തനങ്ങളിലേക്ക് നൽകാമെന്ന് പറയുകയും ഒരു ഭീമമായ സംഖ്യ അവരുടെ ആദ്യത്തെ ശമ്പളം, ഖത്തറിൽ ജോലി ലഭിച്ച് ആദ്യ ശമ്പളം നമ്മുടെ ഈ പള്ളി പരിപാലന ഫണ്ടിലേക്ക് നൽകിയിരിക്കുകയാണ്. അവരുടെ ഇഖ്ലാസിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.